ഓം നാരായണം പത്മപുപം വസിഷ്ഠം ശക്തിഞ്ജതൽ പുത്രപരാശരഞ്ച വ്യാസം ശുഭം ഗൗഡപാദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാശിഷ്യം ശ്രീശങ്കരാചാര്യമദാസപത്മപാദം ജഗസ്ഥാമലകം ശിക്ഷ്യം തന്തോടകം വാർത്തികകാരമന്യനസ്മാൻ ഗുരും സന്തതമാനദോസ്മി. അപ്പോൾ സുദർശന അസ്ട്രോളജിയുടെ ഒരു വ്യാഴമാറ്റത്തെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളേവരെയും സഹർഷം ഞാൻ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വ്യാഴമാറ്റം പറ്റി ഇപ്പോഴാണോ പറയുന്നതെന്നൊരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് വരാം. കാരണം വ്യാഴം മെയ് മാസം 14-ാം തീയതി മാറിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ച് ഫലം അതില്ലാതെ പോകുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് താമസിച്ചതെങ്കിലും നമ്മൾ കുംഭൻ രാശിയുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. മേടൻ രാശി മുതൽ മകരൻ രാശി വരെയുള്ള ഫലങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രാശിക്കാരെല്ലാം അതെടുത്ത് നോക്കിക്കൊള്ളുക. കുംഭൻ രാശിയുടെ ഫലം നമുക്കെടുക്കാം. കുംഭൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അവിട്ടത്തിൻ്റെ പകുതിയും പിന്നെ ചതയവും പൂരുട്ടാതിയുടെ 1/4 ഭാഗവും വരുന്ന രാശിയാണ് ഈ കുംഭൻ രാശി എന്ന് പറയുന്നത്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവെ നല്ല അനുഭവങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. കാരണം 5-ലാണ് ഈ രാഹു ഈ പറയുന്ന വ്യാഴം നിൽക്കുന്നത് മിഥുനൻ രാശിയിൽ. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് വേറൊരു വിഷയമുള്ളത്, കുറച്ച് നാളുകൊണ്ട് അവർക്ക് 7ര ശനി എന്നൊരു ദോഷകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ മാർച്ച് മാസം 30-ാം തീയതി ഈ ശനി ജന്മരാശിയിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന കണക്ക് 2ാമത്തെ രാശിയിലേക്ക് പോയി. ഇനി 2.5 വർഷക്കാലം കൂടി അവിടെ 7ര ശനി ഉണ്ട്. അത് ഞാൻ ശനിയുടെ മാറ്റം ഫലം പറഞ്ഞപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളതാണ്. എന്നിൽ തന്നെയും ഞാനൊന്നുകൂടി ഇതിനകത്ത് ലിങ്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ശനി 2.5 വർഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജന്മശനിയുടെ ആ ഒരു കാഠിന്യം എല്ലാം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വളരെ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷേ സാമ്പത്തികമായിരിക്കുന്ന പുരോഗതിയൊക്കെ ഈ ശനിയുടെ 2-ൽ നിൽക്കുന്ന കാലം വരെ ഒത്തിരി അടഞ്ഞേ പോകാനുള്ള സാധ്യതകളുള്ളൂ. പിന്നെ എന്താണ്, നമുക്ക് വ്യാഴം 5-ൽ വന്നാൽ നമുക്ക് അതിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള വഴിയാണല്ലോ വ്യാഴം 5-ലേക്ക് വന്നിരിക്കുന്നത്. അത് പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചില കാര്യങ്ങൾക്ക് നടപ്പാക്കി കിട്ടാൻ ഈ വ്യാഴൻ്റെ വരവ് നല്ലതാണ്. സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ഒരു താളം നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടേണ്ട ചില ധനങ്ങൾ വന്നു ചേരുകയോ വന്നു ചേരിച്ച് കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ കടം വീട്ടാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പാക്കാനോ ഒക്കെ നമുക്കത് കഴിഞ്ഞെന്ന് വരും. സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം 5ാമത്തെ രാശി നമുക്ക് നോക്കുമ്പോൾ സന്താനങ്ങളുടെ വിവാഹം, ഉദ്യോഗം, അവരുടെ യാത്ര, വിദ്യാഭ്യാസം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ വർഷം അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത സാഹചര്യം നമുക്ക് ഒരുങ്ങി വരും എന്നുള്ളതും വരുന്നുണ്ട്. 5-ലെ വ്യാഴം. ഈ 5-ലെ വ്യാഴം നമുക്കെന്ന് പറയുന്നത് 5ാം ഭാവം നല്ല ഒരു സ്ഥാനമാണ്. മൂലത്രികോണ രാശിയാണ് 5ാമത്തെ ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാശിയുള്ള ഒരു വിശേഷം അതിനകത്തുള്ളത്, ഇത് സുരേ സൗമ്യ സിതാവരി എന്നുള്ളത് കൊണ്ട് ബുധൻ്റെ ഈ വ്യാഴൻ്റെ ശത്രുക്ഷേത്രമാണ് ഈ ബുധൻ, ഈ മിഥുനൻ രാശി എന്ന് പറയുന്ന. അങ്ങനെ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ ഫലങ്ങൾക്ക് ചെറിയ കുറവുകൾ വരാനുള്ള സാധ്യത കൊണ്ട് തള്ളിക്കളഞ്ഞുകൂടാ. നമുക്ക് എന്തെങ്കിലും 5 ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിദേശ യാത്രകളൊക്കെ വരാനുള്ള സാധ്യത, വിദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ മേഖലകളെല്ലാം പുഷ്ടിപ്പെടാനുള്ള ഒരു യോഗം വരിക, അല്ലെങ്കിൽ പുതിയൊരു പദ്ധതിയിൽ നിന്ന് അടുത്ത പദ്ധതിയിലേക്ക് പോകേണ്ട സാധ്യതകൾ, അവിടെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ, ബന്ധുവർഗത്തിൽ നമുക്ക് വന്നു ചേരാവുന്ന ചില സാമ്പത്തിക മേന്മകൾ, എന്തെങ്കിലും പ്രോപ്പർട്ടി മുതലായിരിക്കുന്ന പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കിട്ടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വന്നു ചേരുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഗ്രഹം, പുതിയ നിർമ്മാണങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് നല്ലതാണ്. എന്തുകൊണ്ട് നമുക്ക് നല്ല അനുഭവങ്ങൾ, വിശേഷിച്ചും ജോലി സാധ്യതകൾ, സ്ഥാനം, പ്രമോഷൻ, വീട്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രമോഷനോട് കൂടി പോകത്തക്ക സാധ്യതകളൊക്കെ നമുക്ക് അതിനകത്തുണ്ട്. പിന്നെ ഇല്ലെങ്കിലും തൽക്കാലം നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് പോകേണ്ട യോഗവും നമുക്കവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് 5-ലെ വ്യാഴം നല്ല ഫലമാണ് തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ചില നമ്മളെ സുഹൃത്തുക്കൾ ചോദിക്കും, ഈ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ വരുന്നതാണ്. എനിക്കങ്ങനെ ഉറച്ചു നിൽക്കാൻ ഒക്കില്ല. കാരണം ഇത് ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം പറയുമ്പോഴത്തേക്ക് അതിന് എല്ലാ വശങ്ങളെയും പരിശോധിക്കണം. ഈ ഗ്രഹം 5-ൽ വരുന്നത് നല്ലതാണ്,
5 വരുമ്പോൾ അവിടെ ശത്രുക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ഫലത്തിന് ചെറിയ കുറവുണ്ടാവും. ഇത് ജ്യോതിഷ നിയമങ്ങളാണ്. അല്ല, നമ്മളുടെ ഓരോ വ്യക്തികളുടെയും സുഖിപ്പിക്കാനല്ല ഞാൻ ഈ ഫലങ്ങളെ പറയുന്നത്. അതിന് വേറെ ഏതെങ്കിലും വീഡിയോകൾ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇവിടെ ഞാൻ പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നല്ലതും ചീത്തയും ഒക്കെ ഇതിനകത്ത് വന്നു കയറും. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ അത് കേട്ടിട്ട് ഇപ്പോൾ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആ രോഗത്തിന് എന്താണ് പരിഹാരം ഡോക്ടറെ എന്നല്ലേ അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം ചിന്തിക്കണം. അല്ല, എനിക്ക് രോഗമാണെന്ന് പറഞ്ഞിരിക്കലല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാഹ്യമായ അനുഭവങ്ങൾ, ആന്തരികമായ അനുഭവങ്ങളിൽ നിന്നും ശാരീരിക അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൗതികമായിരിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഭൗതികമായ അനുഭവങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ വരും, വിവാഹം വരും, യാത്ര വരും, പ്രവൃത്തികൾ വരും, ഉദ്യോഗം വരും, വിദ്യാഭ്യാസം വരും, അങ്ങനെ തുടങ്ങി ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് പൊതുവിൽ ഈ പറയുന്ന ഗ്രഹ വിഷയങ്ങളെ കൊണ്ടും ഒക്കെ ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഗുണങ്ങളും ദോഷങ്ങളെയും വന്നു കയറും. അതുകൊണ്ട് ദോഷമുണ്ടെന്ന് കണ്ടാൽ അതിന് പരിഹാരം കാണുക. ആ പരിഹാരം നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ ചിലർ പറയാറുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ കണ്ടകശനി ഏൽക്കില്ല, ഒരു ശനി ഏൽക്കില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഗ്രഹങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താ പരിഹാരം എന്ന് വെച്ചാൽ, ഇവിടെ വേണ്ടത് 5-ലെ വ്യാഴം നിങ്ങൾക്ക് ദോഷമല്ലെന്നും ഈ 2-ൽ ശനി നിങ്ങൾക്ക് കുറച്ചുകൂടെ 2.5 വർഷം നിൽക്കുമെന്നും ആ 2.5 ശനിയുടെ 2-ലെ നിൽക്കുന്ന ശനിയുടെ ഗുണം ചില ദോഷങ്ങൾ കുറച്ചുണ്ടാകുമെന്നും, എന്നാൽ അത് ഇപ്പോഴല്ല കൂടുതൽ ഉണ്ടാകുന്നത്, കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും. എന്തായാലും വ്യാഴം നമുക്ക് ഒരു വർഷത്തിൽ വ്യാഴൻ്റെ ഫലമാണ് ഞാൻ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് 5-ലെ വ്യാഴ ഫലം നമുക്ക് ദോഷമല്ല. ശത്രുക്ഷേത്രം നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം കരണ്ടി മാറ്റാനുള്ള സാധ്യത മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ഫലങ്ങൾ തന്നെ പറയാം. നല്ലത് വരട്ടെ. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത് വൈഷ്ണവ ആരാധനകളും ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളും വിഷ്ണു ക്ഷേത്ര ദർശനവും വിശേഷിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നടത്തി വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുക. ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരുങ്കാഞ്ചന സന്നിപം ബുദ്ധിഭൂതം ലോകേശം തന്നമാമി ബൃഹസ്പതി. ഈ മന്ത്രങ്ങൾ കൂടി നിത്യവും പാരായണം ചെയ്ത് മുന്നോട്ട് പോവുക. വ്യാഴം ഒന്നും ചെയ്യില്ല, ദോഷമൊന്നും ചെയ്യില്ല, നല്ലത് വരുത്തും. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.